പക്വത പ്രാപിച്ചാൽ നമ്മൾ ഒരു ലിമിറ്റ് വെക്കണം. എനിക്ക് 10,000 രൂപയുടെ ഷർട്ട് വേണ്ട, എനിക്ക് വേണ്ട, ഞാനത് തീരുമാനിക്കുക. എനിക്ക് മാന്യമായിട്ട് ഇടാൻ ഒരു 1,000-1,500 രൂപയുടെ ഷർട്ട് മതി. ബാക്കി പൈസ ഞാൻ ഇല്ലാത്ത ആൾക്കാർക്ക് ഷർട്ട് വാങ്ങിച്ച് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ നിറവേറ്റും എന്ന്. കാരണം ഇതിവിടെ അലിഞ്ഞു പോകും, ഇതെല്ലാം ഇവിടെ നശിച്ചു പോകും, ഇതെല്ലാം ഇവിടെ ഇട്ടേച്ച് പോകേണ്ടി വരും. അതുപോലെ എനിക്കൊരു 3 നില ബിൽഡിങ് വേണം, അതിന് ഒരു 16 ബെഡ്റൂമുകൾ വേണം. ആകെ 2 പേരല്ലേ 4 പേരാ ഉള്ളത്, 16 ബെഡ്റൂം വേണം. എന്നിട്ട് ഏറ്റവും മുകളിലത്തെ നില ഒരു സ്വിമ്മിംഗ് പൂൾ വേണം. എന്നിട്ട് ഞാൻ ബാർകോഡ് അയച്ചു കൊടുക്കുമ്പോൾ മാത്രം ആ ബാർകോഡ് കൊണ്ട് ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ കാണിച്ചിട്ട് അങ്ങനെ ഗേറ്റ് തുറന്നു വരുന്നൊരു വീട് എനിക്ക്. ഇതൊന്നും ആവശ്യമില്ല നമുക്കിവിടെ. രക്ഷിക്കപ്പെട്ടൊരു ദൈവവേദന ഇതിവിടെ ആവശ്യമില്ല. നമുക്ക് പാർക്കാൻ മാന്യമായൊരു ഭവനം അത് ദൈവം തരും. നമുക്ക് യാത്ര ചെയ്യാൻ മാന്യമായ ഒരു വാഹനം അല്ലെങ്കിൽ പാർക്കുവാൻ ഒരു ഭവനം, ഇതെല്ലാം ദൈവം വിശ്വസ്തന തരാൻ ദൈവം അപ്പനാണ്, അത് തരാൻ ദൈവം മതിയായവനാണ്. എന്നാൽ ഇതിൽ കവിഞ്ഞ് എനിക്ക് ഈ ലോകത്തിൽ എന്തോ വലിയൊരു കാരണം എന്താ വെച്ചാൽ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഈ ജോസഫും ഈ ദാവീദും ഈ ശലോമോനും അബ്രഹാമും ഒക്കെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. അത് സ്വാധീനിക്കണം, ബൈബിളിലെ സംഭവങ്ങളല്ലേ. പക്ഷേ ഇത് തമ്മിലുള്ള വ്യത്യാസം, ആത്യന്തികമായി ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ അറിയണം. അവിടെ ഇസ്രായേൽ എന്ന അബ്രഹാമിൻ്റെ സന്തതിക്ക് ഇവിടെ ഒരു സാമ്രാജ്യം, ഇവിടെ ഒരു രാജ്യം, ഈ ഇന്ന് തന്നെ നിങ്ങൾ നോക്കിക്കേ, ഇവിടുത്തെ ഏറ്റവും വലിയ വികസിത രാജ്യങ്ങൾ, ഏറ്റവും വലിയ രാഷ്ട്രീയ സംവിധാനങ്ങളുള്ള, യുദ്ധ ശേഖരങ്ങളുള്ള, ആയുധ ശേഖരങ്ങളുള്ള രാജ്യങ്ങൾക്ക് പോലും ദൈവത്തിൻ്റെ ജനമെന്ന ഇസ്രായേലിനെ തൊടാൻ പറ്റുന്നില്ല. അവരതിന് പറയുന്ന മറ്റു പല കാരണങ്ങളും, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പല ഹൈ ക്വാളിറ്റി കാർ ലോക്ക്, നമ്മൾ ബട്ടണിൽ പ്രസ് ചെയ്ത് കാർ ലോക്ക് ചെയ്യുന്ന സിസ്റ്റത്തിൻ്റെ വരെ പേറ്റന്റ് പോകുന്നത് ഇസ്രായേലിനാണ്. അതുപോലെ എൻഡോസ്കോപ്പി നോക്കുന്ന മിഷൻ, നല്ല മിഷൻ, അതിൻ്റെ പ്രത്യേക ടെക്നോളജിയുടെ പേറ്റന്റ് പോകുന്നത് ഇസ്രായേലിനാണ്. ഇവരെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയുന്നില്ല. അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഇവിടെ സാമ്രാജ്യം പണിയുക എന്നതാണ്. നമ്മളെക്കുറിച്ചുള്ള വചനം പറയുന്നു, നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ലല്ലോ. അപ്പം രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്.